ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി ആനന്ദിച്ചാർക്കുവാൻ രട്ടു നീക്കി നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി ആനന്ദിച്ചാർക്കുവാൻ രട്ടു നീക്കി പുരുമോതാൽ നിറഞ്ഞെന്നു പാടിപ്പുകഴ്ത്തിയിടം മണവാളൻ മഹിമകളെണ്ണി എണ്ണി പുരുമോതാൽ നിറഞ്ഞെന്നു പാടിപ്പുകഴ്ത്തിയിടം മണവാളൻ മഹിമകളെണ്ണി എണ്ണി ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും ഭൂസംഭവങ്ങൾ ഭയാനകമായി ഭൂസംഭവങ്ങൾ ഭയാനകമായി നിറവേറുന്ന അത്യന്തം കൃത്യമായി ഭൂസംഭവങ്ങൾ ഭയാനകമായി നിറവേറുന്ന അത്യന്തം കൃത്യമായി സ്തോത്രം ഇവയൊക്കെ കാണുമ്പോൾ അരുമമണവാളൻ വരവിനു താമസമേറെയില്ല സ്തോത്രം ഇവയൊക്കെ കാണുമ്പോൾ അരുമമണവാളൻ വരവിനു താമസമേറെയില്ല ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും. ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടാനിട വരട്ടെ. ഒരിക്കൽ കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനത്തിൻ്റെ മുമ്പിൽ വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിച്ചല്ലോ. സ്തോത്രം. നമുക്ക് ആ കർത്തൃഭാഗത്തിലേക്ക് ചേർന്നിരുന്ന് അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നമ്മുടെ കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരിലും കൂടി നമ്മുടെ വീട് സൗരഭ്യമുള്ള വീടായിത്തീരണം. വിശുദ്ധിയുടെ സൗരഭ്യം, സ്നേഹത്തിൻ്റെ സൗരഭ്യം, ഐകമത്യത്തിൻ്റെ സൗരഭ്യം, ദയയുടെയും കരുണയുടെയും ഏകതാബോധത്തിൻ്റെയും സൗരഭ്യം, ഇന്ദ്രിയജയത്തിൻ്റെ സൗരഭ്യം, താഴ്മയുടെയും വിനയത്തിൻ്റെയും സൗരഭ്യം കൊണ്ട് നമ്മുടെ വീട് മുഴുവൻ നിറയണം. പോരാ,
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം നിറയണം. കരുണയുള്ള കർത്താവിൻ്റെ ആഗ്രഹമാണ്, കൊതിയാണ്. നമുക്ക് ഉത്തമഗീതം എടുക്കാം. ഉത്തമഗീതം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെയും ഈ തൈലത്തിൻ്റെ സൗരഭ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ നിന്റെ ഇരിക്കുന്നു. നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. കന്യമാരും നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ വചനം പകർന്ന തൈലം പോലെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും തലമേൽ പകർന്നു കിട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ എളിമയോടും വിനയത്തോടും കൂടെ കർത്തൃസന്നിധി ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ തൈലം സൗരഭ്യമേറിയതാണ്. ആ തിരുനിണം നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ ഓരോ രോമകൂപത്തിൽ കൂടെയും തിരുനിണം ഒഴുകി ഈ ലോകത്തിൻ്റെ സൗരഭ്യവാസനയായി ആ തിരുനിണം ഇന്നും പകർന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ നാമം, അവിടുത്തെ വചനം പകർന്നുകൊണ്ടേയിരിക്കുന്ന തൈലം. കന്യകമാർ, പുരുഷൻ തൊടാത്ത കന്യകമാർ, പിശാച് അവകാശം പറയാത്ത കന്യകമാർ, ഒരു പാപം പോലും വരില്ല എന്ന് ജീവിതത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി നോക്കിപ്പാർത്തിരിക്കുന്ന കന്യകമാർ, ആ കന്യകമാരും അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയരേ, ഇത് സ്നേഹത്തിൻ്റെ ഊഷ്മളത. അരുമ മണവാളനും ഒരു വിശ്വാസിയും തമ്മിലുള്ള ഈ സ്നേഹത്തിൻ്റെ ഊഷ്മളത. നമുക്കത് എങ്ങനെയുണ്ട്? സ്നേഹബന്ധം, പ്രിയനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളങ്ങ് നിറയുന്നുണ്ടോ? ആ സൗരഭ്യ വാസന നമ്മിലൂടെ ആരെങ്കിലും മണക്കുന്നുണ്ടോ? ആരെങ്കിലും അത് അനുഭവിക്കുന്നുണ്ടോ? നാം നമ്മിലേക്ക് തന്നെ നോക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവ മക്കളാകുവാൻ നമുക്ക് അധികാരം ലഭിച്ചവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-12 വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ ഓരോരുത്തരുടെയും തലമേൽ വീണിരിക്കുകയാണ്. അവിടുത്തെ വാഗ്ദത്തം അനേകമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് ആ വാഗ്ദത്തം കൈനീട്ടി വാങ്ങുന്നുണ്ട്? ഈയിടെ ഒരു ദേവദാസൻ പറയുന്ന കേട്ടു, അനേകരുടെയും വാഗ്ദത്തങ്ങൾ ശവക്കുഴിയിൽ ഉറങ്ങുകയാണെന്ന്. നമ്മുടെ വാഗ്ദത്തങ്ങൾ അങ്ങനെ വെറുതെ വൃഥാവായി പോകാനുള്ളതാണോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമാണ് ദൈവവേദലാകുക എന്നുള്ളത്, ഒരു കന്യകയാകുക എന്നുള്ളത്. പുരുഷൻ തൊടാത്ത കന്യക, പിശാച് അവകാശം പറയുന്ന ഒന്നുമില്ലാത്ത, പാപം തൊടാത്ത കന്യകയാണോ നാം ഓരോരുത്തരും? നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും ഒന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ. അഗ്നിജ്വാലയ്ക്കത്ത കണ്ണോട് കൂടിയവനാണ് നമ്മെ ശോധന ചെയ്യുന്നത്. അവിടുത്തെ വചനം പറയുന്നു, 2 കൊരിന്ത്യർ 11:2, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന്. നാം വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ്. അപ്പോൾ നാം ഓരോരുത്തരും വിചാരിക്കും, അത് നല്ല സാഹചര്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ സൗരഭ്യം പൊഴിച്ചുകൊണ്ട് നിൽക്കാമായിരുന്നു. ഈ ഭവനത്തിൽ എങ്ങനെ ഒരു സൗരഭ്യവാഹിയായി നിൽക്കാനാണ്? അതേ പ്രിയപ്പെട്ടവരെ, അനേകം പേര് പ്രാർത്ഥനാ വിഷയം കൂട്ടായ്മയിലേക്ക് അയക്കുന്നുണ്ട്. ചിലതൊക്കെ എനിക്കും കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദുഃഖം നിറഞ്ഞ വാർത്തകൾ. വാസ്തവത്തിൽ നാം സ്തബ്ധരായി പോകും, ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെയുണ്ടോ ജീവിതമെന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കണ്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നാം അനുഭവിച്ചറിയുകയാണെങ്കിൽ, ഈ വചനത്തിൻ്റെ മുമ്പിൽ അതേ വില കൊടുത്ത് നാം നിൽക്കുകയാണെങ്കിൽ, ഈ വചനം അനുസരിക്കുന്നവരായി തീരുകയാണെങ്കിൽ, ഒരു കന്യകയായി നമ്മെ തന്നെ ഏൽപ്പിക്കുവാൻ നാം ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഒരാൾ, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഒരാൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. പ്രിയപ്പെട്ടവരെ, നാം ഉറച്ചു വിശ്വസിക്കുക. സർവശക്തനായ ദൈവമാണ്, അരുമ മണവാളനായ യേശുക്രിസ്തുവാണ്, സകലത്തിൻ്റെയും ഒരു വചനത്താൽ ഉളവാക്കിയ സർവശക്തനായ ദൈവമാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നാം വായിച്ചു, ആ ഭവനം തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു എന്ന്. അതെങ്ങനെയുള്ള ഭവനമായിരുന്നു? ഏതാനും നാളുകൾക്ക് മുമ്പ് നാം അത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭവനം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. കരുണയുള്ള കർത്താവ് അവസാനമായി ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് പോവുകയാണ്. ഇനി താൻ ഒരിക്കലും ആ വഴിയെ വരണമെന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം
9-ാം അധ്യായം 51-ാം വാക്യത്തിൽ തുടങ്ങിയ യാത്രയാണത്. അനേകം പട്ടണങ്ങളിൽ കൂടിയും ഗ്രാമങ്ങളിൽ കൂടിയും യാത്ര ചെയ്ത് അനേകം രോഗികളെ സൗഖ്യമാക്കിയും വചനം കൊടുത്തും പ്രബോധിപ്പിച്ചും ഉപദേശിച്ചും അനേകം പേർക്ക് ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ കൊടുത്തും കർത്താവ് വരികയാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി. 10-ാം അധ്യായം 38-ാം വാക്യം. ആ ഗ്രാമത്തിന് ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ മാർത്ത എന്ന സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ഭാഗ്യമായിപ്പോയി. അനേകം പേര് വെറുക്കുമ്പോൾ, പള്ളിപ്രമാണികളും മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും വിടക്കയെന്ന് എണ്ണുമ്പോൾ, അവരെ കൈക്കൊള്ളുന്നവന് മുടക്ക് കൽപ്പിക്കുമ്പോൾ, ഇതാ ഒരു സ്ത്രീ, അതോ അവളുടെ അഡ്രസ്സ് എന്നാണ്? നാം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും നാം ഇത് വായിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീടെന്നാണ്. ഒരു കുഷ്ഠരോഗിയുടെ വീട്. ന്യായപ്രമാണപ്രകാരം എല്ലാവരും പരിത്യജിക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ അശുദ്ധനെന്ന് പറഞ്ഞ് അകലെ കൂടി മാറി നടക്കണം. ആരോടും സമ്പർക്കം പാടില്ല. അപ്പോൾ ഈ ഭവനം ഒരു ശാപഗ്രസ്തമായ ഭവനം, ആരും കയറാത്ത ഭവനം. അവിടെ 2 സഹോദരിമാരെ പറ്റിയാണ് നാം ഇവിടെ വായിക്കുന്നത്. മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് ഒരു മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ മറിയയോ കർത്താവിൻ്റെ കാൽപാദത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. 2 പേർക്കും 2 തരം സ്വഭാവം. അവിടെ ലാസർ എന്നൊരു സഹോദരനുണ്ട്. ഇവിടെ നാം വായിക്കുമ്പോൾ ആ ലാസറിനെ പറ്റി ഒന്നും കാണുന്നില്ല. ലാസർ എവിടെ പോയോ? വാസ്തവത്തിൽ കുറേ പുരുഷന്മാർ വീട്ടിൽ വരുമ്പോൾ, അതിഥികളായി വരുമ്പോൾ ലാസർ അവിടെ വേണ്ടതല്ലേ? പക്ഷേ ലാസറിനെ അവിടെ കാണുന്നില്ല. സഹോദരിമാരാണെങ്കിൽ 2 സ്വഭാവമുള്ളവർ. അത് 40-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മാർത്ത അതിഥിയായ യേശുവിൻ്റെ അടുക്കൽ വന്ന് പരാതി പറയുന്ന രംഗമാണ് അവിടെ. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതിഥിയായ യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിചാരമില്ലയോ? ആ സഹോദരിമാർ തമ്മിൽ ഒരു തരത്തിലും ഇണക്കമുണ്ടായില്ല. 2 തരം സ്വഭാവം. മാർത്ത കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും കാര്യം സ്നേഹത്തോടെ വിളിച്ചു, എല്ലാം ശരി. പക്ഷെ അവളുടെ ഹൃദയത്തിൽ പരിഭവവും കയ്പും പകയും പിണക്കവും ആ സഹോദരിയോടുള്ള വൈരാഗ്യം എല്ലാം മൂത്ത് ഈ അഗ്നിപർവ്വതം പൊട്ടിയാൽ എങ്ങനെയിരിക്കും അതുപോലെ ഒരു നിമിഷം അവൾക്ക് അടക്കാൻ വയ്യാത്ത കോപം വന്നുപോയി. അവൾ ഓടി അതിഥിയായ യേശുവിൻ്റെ അടുക്കൽ. അപ്പോൾ ആ മറിയ ഇതൊന്നും അറിയാതെ ആ കാൽപാദത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാർ കാണും, വേറെ ആരെങ്കിലുമൊക്കെയോ കാണും. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്തെല്ലാം ജോലി അവിടെ ചെയ്യാനുണ്ട്. പക്ഷേ കർത്താവ് ശാസിക്കുന്നത് നാം പിന്നെ വായിക്കുമ്പോൾ കാണാം. കർത്താവ് ശാസിക്കുന്നത് മാർത്തയുടെ ശുശ്രൂഷയല്ല, മാർത്തയുടെ മനോഭാവത്തെയാണ്. പ്രിയരെ, ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാണെങ്കിലും അവളുടെ ഹൃദയം പാപപങ്കിലമായിരുന്നു. അനേകം പിശാചുക്കൾ, ഓരോ പാപത്തിൻ്റെ പിന്നിലും ഓരോ പിശാചുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ ഉള്ളിൽ എത്രയോ പിശാചുക്കളെ കുടിയിരുത്തിയാണ് അവൾ കർത്താവിന് വേല ചെയ്യുന്നത്. കർത്താവിനറിയാം അങ്ങനെ പോയാൽ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ. കർത്താവ് വലിയൊരു നല്ല നാളെ കണ്ടുകൊണ്ടാണ് ആ ഭവനത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന വലിയ അതിശയം മുൻകണ്ടുകൊണ്ടാണ് ആ ഭവനത്തിൽ ഇരിക്കുന്നത്. മാർത്തയാണ് ക്ഷണിച്ചതെങ്കിലും വാസ്തവത്തിൽ കർത്താവിൻ്റെ പദ്ധതി പ്രവർത്തന രംഗമായിരുന്നു ആ ഭവനം. കർത്താവ് ഉത്കണ്ഠയോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്, മാർത്തയേ മാർത്തയേ എന്ന്. ആ സ്നേഹത്തിൻ്റെ വിളിയാണത്, ഉത്കണ്ഠയുടെ വിളിയാണ്. എന്നുവെച്ചാൽ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ ആണെങ്കിലും അവളിൽ പിശാച് അവകാശം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കർത്താവിനവിടെ അതിശയം പ്രവർത്തിക്കാൻ പറ്റുകയില്ല. കർത്താവ് പറയുകയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ സകലവും മറന്ന് ആ പാദപീഠത്തിലിരുന്ന് ആ നാവിലൂടി ഒഴുകുന്ന തേനിലും തേൻകട്ടയിലേക്കാൾ മധുരമായ വചനം, കാലിന് ദീപമായ വചനം, പാതയ്ക്ക് പ്രകാശമായ വചനം, ജീവൻ നൽകുന്ന വചനം, തൻ്റെ എല്ലാ ബന്ധനങ്ങളെയും അകറ്റുന്ന വചനം, അവൾ അത് ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2 പേരെയും കർത്താവ് സ്നേഹിക്കുന്നു. മാർത്തയെ ശാസിച്ചു. മാർത്തയെ ശാസിച്ചത് മാർത്തയുടെ ശുശ്രൂഷയല്ല, അതിൻ്റെ പിന്നിലുള്ള മനോഭാവത്തെയാണ്.
പ്രിയപ്പെട്ടവരെ, നാം പലരും ദൈവവേല ചെയ്യുന്നുണ്ട്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ പലരും തയ്യാറാണ്. പക്ഷേ നമ്മുടെ മനോഭാവം എങ്ങനെ? നമ്മുടെ ശുശ്രൂഷയോടുള്ള മനോഭാവം. നമുക്ക് ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്, കർത്താവിന് വേണ്ടി ചെലവായി പോവുകയും ചെലവിടപ്പെടുകയും ചെയ്യണമെന്ന്. പക്ഷേ പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം നാം അതുപോലെ നിൽക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഒരിക്കലും പിശാച് അവകാശം പറയുന്ന ഒരു പാപം വെച്ചുകൊണ്ട് നാം ദൈവവേലയുടെ മുഖത്താകരുത് പ്രിയപ്പെട്ടവരെ. കർത്താവിനറിയാം അവിടെ വലിയൊരു തിക്താനുഭവം അവിടെ വരാൻ പോകുന്നു. അവിടെ ഒരു മരണം നടക്കാൻ പോകുന്നു. കൂനിന്മേൽ കുരു എന്ന പോലെ സാധുക്കളായ സഹോദരിമാരുടെ ജീവിതത്തിൽ വലിയൊരു അനിഷ്ട സംഭവം നടക്കാൻ പോകുന്നു എന്നെല്ലാം അറിയാം. പക്ഷേ അതിന്മേൽ ഒരതിശയം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അതിനാണ് താൻ ആവലോടെ ആ ഭവനത്തിൽ വന്ന് വചനം കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥമൊന്നും മാർത്തയ്ക്ക് മനസ്സിലായില്ല. മാർത്തയെ സ്നേഹിക്കുന്ന കർത്താവ് അവളെ ശാസിച്ചു. ഭാഗ്യമായിപ്പോയി. ആ ശാസനയ്ക്ക് താണിരിക്കാൻ മാർത്തയ്ക്കൊരു കൃപ ലഭിച്ചു. ഒരു പിറുപിറുപ്പും കൂടാതെ ആ ശാസനയ്ക്ക് മുന്നിൽ താണിരുന്നു. നാം ഒരിക്കലും ദൈവത്തിൻ്റെ ശാസനയ്ക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് മുമ്പിൽ നാം പതറിപ്പോകരുത് പ്രിയപ്പെട്ടവരെ. ദൈവം തൻ്റെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്തിനാണ്? അവർക്ക് വരാൻ പോകുന്ന തിക്താനുഭവം. പിശാച് അവരിൽ അവകാശം പറഞ്ഞ് അവൻ അവരുടെ മേൽ പ്രവർത്തിക്കാൻ പോകുന്ന ആ വലിയ കാഠിന്യമേറിയ ആ അനുഭവം കർത്താവിനത് സഹിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. തൻ്റെ മക്കളല്ലേ, തൻ്റെ ചോര ഊറ്റിക്കൊടുത്ത് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് വിലയ്ക്ക് വാങ്ങിയ പ്രിയ കുഞ്ഞുങ്ങളല്ലേ നമ്മൾ. കർത്താവിൻ്റെ മോഹന സൃഷ്ടിയല്ലേ നമ്മൾ. സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരേണ്ടതല്ലേ നാം. ഈ അന്ധകാരത്തിൻ്റെ അധിപതിയിൽ നിന്നും നമുക്ക് മുഴുവനായൊരു മോചനം കിട്ടി സ്വർഗരാജ്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കളാകുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം. കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കുന്നു നാം എല്ലാവരും വിശുദ്ധിയോടെ ഇരുപ്പാൻ. കാരണം പിശാച് നമ്മിൽ അവകാശം പറയുന്ന ഒന്നും പാടില്ല. ഇത് നമുക്കൊരു തീരുമാനമെടുക്കാമോ പ്രിയപ്പെട്ടവരെ? ഞാനും ഒരു തീരുമാനമെടുക്കുന്നു. ഇനിയും അറിഞ്ഞുകൊണ്ട് പിശാചിന് എൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയില്ല. പിശാചുമായി യാതൊരു കോൺട്രാക്റ്റും എനിക്കില്ല. പിശാച് അവകാശം പറയുന്ന ഒരു വാക്കോ ഒരു ചിന്തയോ ഒരു പ്രവൃത്തിയോ ഒരു മോഹമോ ഒരു കൊതിയോ ഒരാലോചനയോ ഒരു ഇച്ഛയോ ഒരു കാഴ്ചപ്പാടോ ഒരു നിരൂപണമോ എനിക്ക് വേണ്ട കർത്താവേ. നമുക്ക് നമ്മെ തന്നെ മുഴുവനായി സമർപ്പിക്കാം. ഇവിടെ ആ മാർത്തയെ കർത്താവ് ശാസിച്ചു, മറിയയെ കർത്താവ് അഭിനന്ദിച്ചു. മർക്കോസിൻ്റെ സുവിശേഷത്തിലും മറിയയെ അഭിനന്ദിക്കുന്നതായിട്ട് കാണാം. 14:8 അവൾ തന്നാൽ ആവത് ചെയ്തു. അവിടെ കൂടിയിരുന്നവർ ഈ 300 വെള്ളിക്കാശിന് അധികം ചെലവുള്ള ഈ തൈലം ഇത് വെറും ചെലവാണെന്ന് അനേകർ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പോലും അവളോട് നീരസപ്പെട്ടു, അവളെ ഫൽസിച്ചു എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് യൂദാസ്കറിയോത്തയാണെന്നും പറയുന്നു. അങ്ങനെ എല്ലാവരും അവളെ തടഞ്ഞപ്പോൾ അവൾക്കുള്ളതെല്ലാം, അവൾക്ക് ഏറ്റവും വിലയേറിയതെല്ലാം ആ പാദപീഠത്തിൽ ഒഴുക്കി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു, അവൾ തന്നാൽ ആവത് ചെയ്തു, അവളെ വിടുവീൻ, അവളെ തടയരുത്. അവൾ ഏറ്റവും നല്ലത് ചെയ്തു. എന്താണ്? തൻ്റെ അടക്കത്തിനായി മുൻപ് കൂട്ടി തൈലം തേച്ചു. ആർക്കും ലഭിക്കാത്ത ഭാഗ്യ പദവി. എങ്ങനെ ഒരു സാധു സ്ത്രീ അറിഞ്ഞു പ്രിയപ്പെട്ടവരെ? കല്ലറയ്ക്കായി കർത്താവിൻ്റെ മരണം അടുത്തു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു തൈലാഭിഷേകം നടത്തണമെന്ന് എങ്ങനെയാ സാധു സ്ത്രീ അറിഞ്ഞു പ്രിയപ്പെട്ടവരെ? എല്ലാം വെളിപ്പെടുത്തി തരണ കരുണയുള്ള കർത്താവ് നമ്മുടെ ജീവിതം നാം എത്ര നിസ്സാരരായിക്കോട്ടെ, നമുക്ക് പണമോ പ്രതാപമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലായിരിക്കട്ടെ, നമുക്ക് ആരോഗ്യം കുറവായിരിക്കട്ടെ, നമ്മുടെ ജീവിതം കർത്താവിനായി മുഴുവനായി അങ്ങ് സമർപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് ചേർന്ന് ഈ വചനത്തോട് ചേർന്ന് വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വെളിപ്പെട്ട് കിട്ടും. അതാത് സമയത്ത് കർത്താവിൻ്റെ കരുണയുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ബലഹീനയായ ഞാനും പല പ്രാവശ്യം എൻ്റെ കർത്താവ് എന്നെ കരുണയോടെ നയിക്കുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനും കേണപ്പോൾ ആ പൊന്നുമുഖത്തേക്ക് നോക്കി, കർത്താവേ, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ലേ? അടുത്ത സ്റ്റെപ്പ് വയ്ക്കേണ്ടത് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് ഒരിടം കാണിച്ചു തരാമോ കർത്താവേ? എനിക്കത് മാത്രം മതി, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ. എൻ്റെ കാലിടറിപ്പോകാതെ
ഉളുക്ക് വരാതെ, കാല് വേദനിക്കാതെ, മുള്ളിൽ കൊള്ളാതെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്കൊരിടം കാണിച്ചു തരണമേ. അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ കർത്താവ് ഇടം കാണിച്ചു തരും. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അത് പിറ്റേ ദിവസമല്ലേ. അതും അങ്ങനെ വഴി നടത്തുന്ന നല്ല യേശുപ്പ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അത് അനുഭവിച്ചറിയണം. ഈ സ്ത്രീക്ക് മനസ്സിലായി. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ അതിൻ്റെ 21 വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. കർത്താവ് നമുക്ക് ആ സ്വർഗീയ രഹസ്യങ്ങൾ തന്നെ വെളിപ്പെടുത്തി കിട്ടുക എത്ര ഭാഗ്യ പദവിയാണ് പ്രിയപ്പെട്ടവരെ. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യ പദവി. അന്ന് അനേകം പരീശന്മാരുണ്ടായിരുന്നു. ഈ തിരുവെഴുത്തുകളെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും എല്ലാം ചെയ്യുന്ന പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ഉണ്ടായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഈ സാധു സ്ത്രീകൾക്കാണ് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പനെ സ്തുതിക്കുന്നു. വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ 11 അധ്യായത്തിൽ, ആ സുവിശേഷത്തിൽ തന്നെ 11 അധ്യായം മുഴുവനും ആ ഭവനത്തെക്കുറിച്ചാണ്. പിന്നെ 12 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും ആ ഭവനത്തെക്കുറിച്ച് എഴുതുവാൻ സമയം കണ്ടെത്തി. പരിശുദ്ധാത്മാവ് ആ സ്ത്രീകളെ, ആ കുടുംബത്തെ അത്രമാത്രം മാനിച്ചു. ഒരു യോഗ്യതയും പറയാനുണ്ടോ ആ കുടുംബത്തിന്? ഒന്നുമില്ല. തകർന്നടിഞ്ഞ കുടുംബം. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ആ ഗ്രാമത്തിന് ഒരു അഡ്രസ്സ് കിട്ടി. എന്താണ്? മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ. മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമെന്ന് 2 സ്ത്രീകളുടെ നാമത്തിൽ ആ ഗ്രാമത്തിന് ഒരു പേര് വന്നു. പിന്നെ നാം താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ലാസറിന് അസുഖം വന്നു. മരിപ്പാറായ അസുഖമാണ്. കർത്താവൊപ്പം 2 ദിവസത്തെ വഴി ദൂരമുള്ള ഒരു സ്ഥലത്തായിരുന്നു. കർത്താവിന് ആളയച്ച് അറിയിച്ചു, എന്താണ്? നിനക്ക് പ്രിയനായവൻ രോഗമായി കിടക്കുന്നു. 2 സ്ത്രീകളിൽ ചവിട്ടി നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിച്ചു. ലാസറിനെ പ്രിയദാസനാക്കി തീർത്തു. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. പക്ഷേ ഉടനെ ഉത്തരം കിട്ടിയോ? ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ. ഡിലേയ്സ് ആർ നോട്ട് ഡിനയൽസ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിലും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. കർത്താവ് ഒരു പ്രതിഫലം തരും. കർത്താവ് ഉത്തരം പറയും. തക്ക സമയത്ത് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, എന്താണ് വേണ്ടത്? നമ്മുടെ വിശുദ്ധിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3 അധ്യായം 5 വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നാളെ ഒരു അതിശയം പ്രവർത്തിക്കും. അവർ വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടവരാണ്. അവർ ചെങ്കടൽ കടന്നവരാണ്. ദൈവത്തെ സ്തുതിച്ചവരാണ്. 40 വർഷക്കാലം മരുഭൂമിയുടെ തിക്താനുഭവത്തിൽ കൂടി കടന്നു വന്നവരാണ്. ഇപ്പോൾ ഇതാ അവർ യോർദാൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവം പറയാൻ, നിങ്ങൾ ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ ഞാൻ അതിശയം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് കർത്താവിന് അതിശയം പ്രവർത്തിക്കാൻ കർത്താവിന് കൊതിയാണ്, ആഗ്രഹമാണ്. പക്ഷേ നിങ്ങളിൽ ചവിട്ടി നിൽക്കണം. അതിനായി വിശുദ്ധിയുള്ളൊരു ഹൃദയം നാം ഇതുവരെയും പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഓരോരുത്തരും പറയുക, ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മുടെ പാപത്തിൻ്റെ കെട്ട് മുഴുവൻ വഹിച്ച്, നമ്മുടെ മേലുള്ള ശാപവും മുഴുവൻ വഹിച്ച്, നമുക്ക് വേണ്ടി 3 ആണികളിൽ മേൽ പഞ്ചമുറിവുകളേറ്റ് തൂങ്ങിക്കിടന്ന പൊന്നു മുഖത്തേക്ക് നിങ്ങൾ നോക്കുക പ്രിയപ്പെട്ടവരെ. ആ മുഖം കണ്ടാൽ, ആ ദേഹം കണ്ടാൽ, നമ്മുടെ പാപത്തിന് വേണ്ടി ഏറ്റ ശിക്ഷ നാം അതൊന്ന് അനുഭവിച്ചാൽ, നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ടൊന്ന് കണ്ടാൽ, പിന്നെ നമുക്ക് ഒരു പാപം പോലും, ഒരു ചിന്തയിൽ പോലും വരാൻ തോന്നുകയില്ല. ഓരോ ദിവസവും നാം കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് നമ്മുടെ അവയവങ്ങളെ, ഇത് പാപം ചെയ്യാൻ താല്പര്യമുള്ള, പാപത്തിന് അധീനമായ ശരീരമാണ് നമുക്കുള്ളത്. നമ്മുടെ ശരീരങ്ങളെ, ഓരോ അവയവങ്ങളെയും കർത്താവിൻ്റെ പൊന്നു പാദപീഠത്തിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, ഓരോ അവയവങ്ങളെയും, നാവിനെയും അധരങ്ങളെയും കൈകളെയും കാലുകളെയും ആന്തരിക അവയവങ്ങളെയും തലച്ചോറിനെയും ഹൃദയത്തെയും ഹൃദയവികാര വിചാരങ്ങളെയും
എത്ര തിടുക്കമുള്ള ജോലിയാണെങ്കിലും എഴുന്നേൽക്കുമ്പോൾ മുട്ടുമേലിരുന്ന് പ്രഭാതത്തിൽ എല്ലാ അവയവങ്ങളെയും യാഗമായി അർപ്പണം ചെയ്യണം. ഈ മറിയ തനിക്ക് ഏറ്റവും വിലയേറിയത് യാഗമായി അർപ്പണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മെ തന്നെ മുഴുവനായി അവിടുത്തെ പാദപീഠത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയൊരു പാപം പോലും വരില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ടോ 4 ദിവസം കഴിഞ്ഞ് കർത്താവ് അവിടെ എത്തി. അപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചു. മരിച്ചിട്ട് 4 ദിവസമായിരുന്നു. കർത്താവ് വന്നു എന്നറിഞ്ഞ് ഓടിച്ചെന്ന്, കർത്താവേ, അവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, എന്നാലും ഇപ്പോഴും നിനക്ക് എന്ത് സാധിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഉടനെ കർത്താവ് പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഈ ലോകത്തോടുള്ള കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഈ വാർത്തയിലൂടെ അങ്ങനെ ഒരു സദ്വാർത്ത നമുക്ക് ഓരോരുത്തർക്കും കേൾക്കുവാൻ, ഞാൻ ജീവനാകുന്നു, ഞാൻ പുനരുത്ഥാനമാകുന്നു എന്നറിയാൻ ഉടനെ മാർത്ത തൻ്റെ വിശ്വാസം പ്രസിദ്ധമാക്കുകയാണ്, വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കർത്താവെ, ഞാൻ അറിയുന്നു ഈ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. എവിടെ നിന്ന് കിട്ടി മാർത്തയ്ക്ക് ഈ വാർത്ത? ഉടനെ മറിയേയും വിവരം അറിയിച്ചു. മറിയേയും ഒന്ന് കാൽക്കൽ വീണു. അതുതന്നെ പറയുന്നു, കാൽക്കൽ വീണു. കർത്താവ് കരഞ്ഞു, കണ്ണുനീർ വാർത്തു എന്നാണ്. അവിടെ ഒരു വലിയ അതിശയം നടന്നു. ലാസർ ഉയർത്തെഴുന്നേറ്റു. ലാസറിനെ ഉയർപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ 2 സ്ത്രീകൾ തങ്ങളെ തന്നെ മുഴുവനായി കർത്താവിന് കൊടുത്ത, തങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് കൊടുത്ത, ആ പൊന്നു പാദപീഠത്തെ, ആ ദേഹത്തെ മരണത്തിന് മുമ്പ് തൈലാഭിഷേകം ചെയ്ത ആ സ്ത്രീകളെ കർത്താവ് കണ്ടു. കർത്താവ് വലിയ ചവിട്ടി നിന്ന് ചെയ്തു. ദൈവനാമം മഹത്വപ്പെട്ടു. അനേകം പേര് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇടയായി തീർന്നു. ആ ഭവനത്തിന് വേറെ വ്യത്യാസം വന്നോ? ഈ അവസാനം നാം വായിക്കുന്നത് മറിയ കർത്താവിൻ്റെ കാൽപാദത്തിൽ സമർപ്പിച്ചു. മാർത്തയോ ശുശ്രൂഷ ചെയ്തു. ലാസറോ അവൻ യേശുവിനോടുകൂടെ പന്തിയിലിരുന്നവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഒരു അനുഭവം. ആ വീട് മാറിയില്ല, പക്ഷേ അവരുടെ സ്വഭാവം മാറി. അവർ വിശുദ്ധിയെ തികച്ചു. കർത്താവിന് വേണ്ടി മുഴുവൻ സമർപ്പിച്ചു. ആ തൈലം കൊണ്ട് അവരുടെ ഭവനത്തെ, അവരുടെ ഹൃദയത്തെ അനേകം പേരെ തൈലത്തിൻ്റെ സുഗന്ധം കൊണ്ട് നിറച്ചു. നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അവിടുത്തെ സൗരഭ്യവാഹികളായി, അവിടുത്തെ സുഗന്ധവാഹികളായി, ജീവനുള്ളവരുടെ ഇടയ്ക്കും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയ്ക്കും മരിച്ചവരുടെ ഇടയ്ക്കും കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ സൗരഭ്യവാഹികളായി നിൽക്കണം. അതിനായി ഞങ്ങളെ തന്നെ മുഴുവനായി അർപ്പണം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും മുദ്ര കുത്തണമേ. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. സ്തോത്രം.